ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എൻഡ് ചെയ്തത് പത്മനാഭസ്വാമി ടെമ്പിളിൽ വെച്ചിട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പോയത് പഴയടം രുചിയിലേക്കായിരുന്നു. എനിക്ക് പറഞ്ഞ ഹൈപ്പൊന്നും അവിടുത്തെ ഫുഡിന് തോന്നിയില്ല. നെയ്യുടെ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് മാത്രമേ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഒരു മസാല ദോശയും ഞാനൊരു ഗീ റോസ്റ്റായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഓട്ടോ കയറി നമ്മുടെ റൂമിലെത്തി. ഓൾറെഡി നമ്മൾ ചെക്കൗട്ട് ചെയ്യേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 11 AM ആയിരുന്നു നമ്മുടെ ചെക്കൗട്ട് ടൈം. പക്ഷെ നമ്മൾ റൂമിലെത്തിയപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ കുറച്ചൊന്ന് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് അമ്പലങ്ങളിലൊക്കെ പോകാൻ കുറച്ചൊന്ന് ലേറ്റായി. അങ്ങനെയാണ് നമ്മൾ റൂമിലെത്താൻ ലേറ്റ് ആയതും. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി പണി അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് കുതിരമാളികയിലേക്കാണ്. കുതിരമാളിക എന്നറിയപ്പെടുന്ന പുത്തൻ മാളിക. 1840 സ്വാതി തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാണ് പുത്തൻമാളിക കുതിരമാളിക ആയതെന്ന് അറിയാമോ ഗൈസ്? കൊട്ടാരത്തിന്റെ മേൽക്കൂരയിൽ 122 കുതിരകളെ തടിയിൽ വരി വരിയായി കുത്തിവെച്ചിരിക്കുന്നു. അങ്ങനെയാണ് പുത്തൻമാളിക കൊട്ടാരം കുതിരമാളികയായി മാറിയത്. ഏകദേശം 5000 ശില്പികൾ 4 വർഷം തടിയിൽ പണിയെടുത്താണ് ഈ മനോഹരമായ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. എൻ്റെ പണ്ട് തൊട്ടുള്ളൊരാഗ്രഹമായിരുന്നു സ്വാമി അയ്യപ്പൻ സീരിയലിൽ ഷൂട്ട് ചെയ്ത് കൊട്ടാരം കാണണമെന്നുള്ളത്. പണ്ടത്തെ എൻ്റെ വിചാരം ആ കൊട്ടാരത്തിൽ സ്വാമി അയ്യപ്പൻ ഉണ്ടായിരുന്നു എന്നുള്ളതാട്ടോ. എൻ്റെ വിചാരം അന്ന് ആ കൊട്ടാരം പന്തളത്ത് തന്നെ ആയിരിക്കും എന്നായിരുന്നു. പക്ഷേ നമ്മുടെ സ്വാമി അയ്യപ്പൻ സീരിയൽ ഷൂട്ട് ചെയ്തത് നമ്മുടെ കുതിരമാളികയിലാണ്. അത് മനസ്സിലാക്കിയതിന് ശേഷം തിരുവനന്തപുരത്ത് എന്തെങ്കിലും വരുവാണെങ്കിൽ ഈ കുതിരമാളിക മറക്കാതെ കാണണം എന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഗൈസ്. അതെന്തായാലും ഈ യാത്രയിൽ എനിക്ക് സഫലമായി. അങ്ങനെ നമ്മൾ എൻട്രി പാസ് എനിക്ക് തോന്നുന്നു 70 രൂപയായിരുന്നു പാലസിലേക്ക്. പാലസിനകത്ത് കയറി നമ്മൾ ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പഴയ രാജാക്കന്മാർ ഉപയോഗിച്ച തോക്കും അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അകത്തോട്ട് പെർമിഷന് 100 രൂപയായിരുന്നു തോന്നുന്നു പാസ്. അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വെളിയിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ 50 രൂപയുടെ പാസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വിഷുവിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കൂടാതെ കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെ ഒരു ചിത്രാലയമുണ്ട്, ചിത്രാലയ മ്യൂസിയം ഉണ്ട്. അവിടത്തേക്കും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ 30 രൂപയായിരുന്നു എന്ന് തോന്നുന്നു. അവിടെ നമ്മുടെ രാജാവ് എടുത്തിരുന്ന കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കുതിരമാളികയൊക്കെ കണ്ട് തിരിച്ചു പോകണം. അപ്പോഴും എനിക്കൊരു ഫ്ലൈറ്റ് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശംഖുമുഖം ബീച്ചിലേക്കാണ്. ഓൾറെഡി നമ്മൾ നൈറ്റൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തലേദിവസം നൈറ്റൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എലക്ഷൻ്റെ പ്രചരണം കാരണം നമ്മൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ എന്ത് പറ്റി ഗൈസ്, റോഡ് ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നട്ടുച്ചയ്ക്ക് എന്തായാലും തിരുവനന്തപുരം വന്നതല്ലേ, ശംഖുമുഖം ബീച്ചെങ്കിലും കാണാതെ എങ്ങനെയാണ് പോവുക എന്ന് വെച്ചിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ ശംഖുമുഖം ബീച്ചിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഉച്ചയ്ക്ക് പോകാൻ എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളിവിടം വരെ വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ സ്ഥലമൊക്കെ കണ്ടിട്ട് വേണ്ടേ തിരിച്ച് വീട്ടിൽ പോകാൻ. അങ്ങനെ നമ്മൾ ശംഖുമുഖം ബീച്ചിലേക്ക് പോവാണ്. എന്തായാലും ബീച്ചിലൊന്നും നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. നമുക്കറിയാം ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിരിക്കത്തില്ല എന്ന് നമുക്കറിയാമായിരുന്നു. എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ചിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ എയർപോർട്ടൊക്കെ കണ്ട് ശംഖുമുഖത്തേക്ക് പോവുകയാണ്. ഞാൻ ലാസ്റ്റ് വ്ലോഗിൽ പറഞ്ഞതുപോലെ അമ്മയുടെ കൂടെയൊക്കെ പണ്ട് എപ്പോഴോ വന്നപ്പോൾ ശംഖുമുഖം ബീച്ചും കോവളത്തൊക്കെ പോയിട്ടുള്ള ഒരു ഓർമ്മ എനിക്കുണ്ട്. പക്ഷേ ചേട്ടൻ ഇവിടെങ്ങും പോയിട്ടില്ല. അപ്പം നമ്മൾ കരുതി ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന്. സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്ഥലങ്ങളിലൊക്കെ പോകാമായിരുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേകിച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ. പിന്നെ നമ്മൾ കിട്ടിയ സ്ഥലത്തൊക്കെ മാക്സിമം പോയി. പക്ഷേ വെയിലായതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രം. അങ്ങനെ നമ്മൾ ബീച്ചെത്തി. കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ കുറച്ച് നടന്നപ്പോഴേ നമുക്ക് വയ്യാണ്ടായി. കാരണം നല്ല വെയിലായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല എരിപ്പൊരി വെയിലുള്ള ടൈമാണ് നമ്മൾ പോയത്. പോരാത്തതിന് നമ്മൾ രണ്ടുപേരും വേറെ ചെയ്തേക്കുന്നത് ബ്ലാക്ക് ഡ്രസ്സും. പിന്നെ പറയണോ, കരിഞ്ഞൊരു വഴിയായി. പിന്നെ എന്തായാലും നമ്മൾ വന്നതല്ലേ, നമുക്ക് എൻജോയ് ചെയ്യണം ഗൈസ്. അങ്ങനെ ഞാൻ ഓടി ചേട്ടൻ്റെ പുറകെ പോവാണ്. ഒരുപാട് ഡ്രസ്സൊന്നും ഞാൻ എടുത്തില്ല. പെട്ടെന്ന് എടുത്ത തീരുമാനമായതുകൊണ്ട് കിട്ടിയ ഡ്രസ്സ് ഞാൻ നേരത്തെ വ്ളോഗിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ ബ്ലാക്ക് ഡ്രസ് ഇട്ട് വെയിലത്ത് കളിക്കുന്ന എന്നെയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ദൂരം കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സാഡായിരുന്നു ഗൈസ്. ഞാൻ എന്തെങ്കിലും ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ കഴിക്കണമൊക്കെ എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും നടക്കാറില്ല. അതും നടന്നില്ല. അങ്ങനെ നമ്മളിതാ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി. നെക്സ്റ്റ് നമ്മുടെ പ്ലാൻ ലുലു മാളായിരുന്നു. ട്രിവാൻഡ്രം വരെ വന്നിട്ട് ട്രിവാൻഡ്രം ലുലു മാൾ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. എന്തായാലും നമ്മൾ തിരിച്ചു പോകുന്ന വഴി തന്നെയാണ് ലുലു മാൾ. അപ്പോൾ നമ്മൾ കരുതി ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന്. ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പം എപ്പോഴും ഇങ്ങനെ ട്രിവാൻഡ്രം ലുലു ഒക്കെ കാണാറുണ്ട്. എൻ്റെ കൂടുതൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സും നമ്മുടെ ട്രിവാൻഡ്രംകാരും കൂടിയാണ്. അപ്പം അവരൊക്കെ അവിടെ വെച്ച് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പോകുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ ലുലു മാളെത്തി. പക്ഷേ ഞാൻ അന്ന് തീരുമാനിച്ചു ഇനി മേലെ ഞാൻ ട്രിവാൻഡ്രം ലുലുവിൽ പോയില്ല എന്ന്. അവിടുത്തെ പാർക്കിംഗ് ഒരു രക്ഷയില്ല ഗൈസ്. ഞങ്ങൾ കറങ്ങി ഒരു വഴിയായി. ആക്ച്വലി ഫുൾ പാർക്കിംഗ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 5th ഫ്ലോർ വരെ കാറ് പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എൻ്റെ തല കറങ്ങി എനിക്ക് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി മേലെ ഈ ഭാഗത്തേക്കേ ഇല്ല എന്ന്. ലാസ്റ്റ് ടൈം ഞങ്ങൾ ഫോറം മോളിലൊന്ന് ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പാർക്കിംഗ് അവിടെ അങ്ങനെയാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ വെളിയിൽ പാർക്ക് ചെയ്തിട്ടാണ് പോയത്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി ഗൈസ്. തല കറങ്ങിയൊരു വഴിയായി. എന്തായാലും വന്നതല്ലേ, നമുക്കിവിടെ കുറച്ച് നേരം കറങ്ങി അടിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മളവിടെ അകത്ത് കയറിയപ്പം നമുക്ക് പ്രത്യേകിച്ച് പർച്ചേസിങ് ഒന്നും ഇല്ലയെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഈ ട്രിപ്പ് പോയി എവിടെ നിന്നും ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഈ വ്ളോഗ്സിലൊക്കെ കാണിക്കില്ല. നമ്മളൊന്നും പർച്ചേസ് ചെയ്തില്ല. ജസ്റ്റ് നമ്മുടെ ലുലു മാളിൻ്റെ ഉദ്ദേശം ജസ്റ്റ് ഒന്ന് കാണുക, ഫുഡ് കോർട്ടിൽ പോയി എന്തെങ്കിലും കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി അടിച്ച് നടന്നു. ഒരു രസം. ഈ ട്രെയിനൊക്കെ കണ്ടു. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാണുന്ന യൂട്യൂബേഴ്സ് അവരുടെ വീഡിയോസിൽ ഇതൊക്കെ ഞാൻ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റിയതൊരു രസമായിട്ട് തോന്നി. പിന്നെ ഈ ഇങ്ങനെ കാണിക്കുന്ന ട്രീയേയും കണ്ടു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ കറങ്ങി വീണ്ടും ഫുഡ് കോർട്ടിൻ്റെ അവിടെ എത്തി. ആക്ച്വലി എപ്പോഴും ഈ ലുലു മാൾ പോലുള്ള മാളുകളിൽ പോയാൽ ഞാൻ എപ്പോഴും KFC അല്ലെങ്കിൽ ചിക്കൻ ആയിരിക്കും ഓർഡർ ചെയ്യാറ്. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും അങ്ങനത്തെ ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ് തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചേട്ടൻ ചേട്ടൻ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. ചേട്ടൻ വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് തന്നെ ചേട്ടൻ എന്തായാലും KFC ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട. ആക്ച്വലി ഒരു 1:30 ആയി. എന്നിട്ടും ഞങ്ങൾ ഇവിടെയൊക്കെ കറങ്ങിയടിച്ച് നടക്കുന്നേ ഉള്ളൂ. ഫുഡ് കോർട്ട് അപ്പോഴത്തേനും നിറഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കയറി, ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതിയിട്ട്. വിശപ്പാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടായിരുന്നല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അങ്ങനെ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കയറി ഇറങ്ങി ഫുഡ് കോർട്ടിലെത്തിയപ്പം അവിടെ ഭയങ്കര തിരക്കായി. അങ്ങനെ ചേട്ടൻ ആദ്യം പോയി ഊട്ടുപുരയെന്നൊരു മീൽസ് ഓർഡർ ചെയ്തു. ചേട്ടൻ്റെ മീൽസ് അപ്പം തന്നെ കിട്ടി. ഞാൻ കുറച്ച് നേരം ചിക്കനിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് എൻ്റെ ഐറ്റമും വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്തെടുത്തുനിന്ന് കാറൊക്കെ വളരെ കഷ്ടപ്പെട്ടെടുത്ത് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഒരു ദിവസമേ നമ്മൾ മാറിയെന്നുള്ളൂ. പക്ഷെ നമ്മുടെ വീടും നമ്മുടെ റൂമും ഒക്കെ നമുക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓച്ചിറയൊക്കെ എത്തി. എല്ലായിടത്തും ഇലക്ഷൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും പ്രചരണങ്ങളും ഒക്കെ ആയിട്ട് കുറച്ചൊന്ന് ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കരുനാഗപ്പള്ളി സൈഡൊക്കെ. പക്ഷെ കുഴപ്പമില്ലായിരുന്നു ഒരു യാത്ര. നമ്മൾ അങ്ങോട്ട് പോയത് നല്ല ഉച്ച ടൈം ആയതുകൊണ്ട് വലിയ രീതിയിൽ നമുക്ക് ബ്ലോക്ക് കിട്ടിയില്ല. പക്ഷെ തിരിച്ച് വന്ന ടൈമിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് വീടെത്താറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയും നേരം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഗൈസ്? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്തൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.